മാഷിന്റെ അതേ ഏടത്തേക്ക് വിളക്ക് വെക്കാൻ പോവാ. എന്തിനാ ഇങ്ങനെ ഓടിക്കതച്ച് സോപ്പ് പതിപ്പിക്കണത്? താടി പിടിക്കല്ലേ? രാത്രി ചർച്ചൊന്നും അല്ലല്ലോ. വിളക്ക് കിട്ടിയടാ. ഇത്തിരി പുളിയും എണ്ണയിലിട്ട് ഒരു പിടി പിടിച്ച ഏട്ടത്തിന്റെ കളർ വെക്കും. തിളങ്ങും. ഇത്തിരി മഞ്ഞളും മസാലപ്പൊടിയും ചേർത്ത് കടുകും കൂടി വറുത്തിട്ട ഏടത്തിയുടെ വാസനയും കിട്ടും. ഈ വീട്ടിൽ എത്ര വിളക്കുണ്ട്, ഇത് തന്നെ നാട് കത്തിച്ചു വെക്കുന്നത് ഇവൾക്ക് എന്താ അത്ര നിർബന്ധം? ശരിയായിട്ട് ഇത് തന്നെ കത്തിക്കണമെന്ന് എനിക്ക് നിർബന്ധ. എനിക്ക് മാത്രല്ല, ഏട്ടത്തിക്ക് നിർബന്ധ. അച്ഛൻ ചെറിയൊരു മയക്കത്തിലാ. അയ്യോ ഒന്നുമില്ല, ഉറങ്ങുക. ഇന്നലെ രാത്രി ഒരു 5 മിനിറ്റ് പോലും അച്ഛൻ ഉറങ്ങിണ്ടാവില്ല. ഉറങ്ങൂല്ല. ഇന്ന് നിശ്ചയം കഴിഞ്ഞ് കല്യാണം കഴിയണ വരെ നിന്റെ അച്ഛൻ ഉറങ്ങൂല്ല, ഉറക്കം വരൂല്ല. മാധവൻ തട്ടാന്റെ അടുത്ത് രാധയ്ക്ക് ഒരു കമ്മല് പണിയാൻ കൊടുത്തിട്ടുണ്ട്. ഞാനത് വാങ്ങിയിട്ട് ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വരാം. എത്ര പവന്റെ കമ്മല്? 2 പവന് 1/2 പവൻ കുറയും എന്ന് വെച്ചാ 1.5 പവൻ. എന്നാ പിന്നെ 6 പവന് 4.5 പവൻ കുറയുമെന്ന് പറഞ്ഞോളെ. കേൾക്കുമ്പോ ഒരു അന്തസ് ഉണ്ടാവില്ലോ. പൊന്നിന്റെ കാര്യമാവുമ്പോ തിരി കൂട്ടി പറയണേലും ഒരു തെറ്റുമില്ല. ഏടത്തിയുടെ നിശ്ചയത്തിനും ഇതുപോലെ അച്ഛൻ എന്നൊരു കമ്മല് പണിതു. അതും 2 പവന് 1/2 പവൻ കുറവായിരുന്നു. വിഷമം വന്നപ്പോ ഓരോന്ന് പോയ കൂട്ടത്തില് ആ കമ്മലും തുമ്പശ്ശേരിക്കുറിപ്പ് കൊണ്ടുപോയി. പോലീസ് വേഷം കെട്ടി താടിയും പഠിച്ച് നിക്കാന്നല്ലാണ്ട് ആ തുമ്പശ്ശേരിക്കുറിപ്പിനെ തളയ്ക്കാൻ നിങ്ങളെ കൊണ്ടൊന്നും കഴിയണില്ലല്ലോ. ഇന്നിവിടെ രാധയുടെ നിശ്ചയം നടക്കുന്ന കാര്യം തുമ്പശ്ശേരി കുറിപ്പ് അറിഞ്ഞിട്ടുണ്ടാവോ? ആരും പറഞ്ഞിട്ടില്ല, എന്നാലും അറിയാണ്ടിരിക്കോ? എന്നാ കമ്മല് വാങ്ങാൻ പോണ വഴിക്ക് നീ ആ തുമ്പശ്ശേരി കുറിപ്പിന്റെ അന്തരീക്ഷം കൂടി ഒന്ന് മണത്തുപിടി. സമയം നോക്കി നെഞ്ചത്ത് കുത്തുന്നവനാ കുറിപ്പ്. നിന്റെ അച്ഛന്റെ മനസ്സിൽ നിന്ന് തുമ്പശ്ശേരി കുറിപ്പ് ഉണ്ടാവും. അതാവും രാവിലെ ഇങ്ങനെ തൂങ്ങി പിടിച്ചിരിക്കുന്നത്. ഈ മണ്ണ് ഞങ്ങളുടെ പ്രാണനടാ. ആകാശത്തോളം ഉയരത്തിൽ വേലി കെട്ടിയാലും അത് ഞാൻ പറന്നു കിടക്കും. അധികം പറഞ്ഞ അരിഞ്ഞ് ഞാൻ ആ കാലി പട്ടി കിട്ടു കൊടുക്കും. ഈ കാല് തിന്നാൻ ഒരു പട്ടിമാടോ വളർന്നിട്ടില്ലടാ. ബെസ്റ്റ് കാല് പോടാ. പിന്നെ ഞാനൊന്ന് ബെസ്റ്റ് എന്താടാ കോഴിക്കാല കോഴിക്കാല്? നിന്റെ അച്ഛൻ കോഴിക്കുറിപ്പിന്റെ സകലതും ഇപ്പൊ തമ്മിൽ തല്ലി തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. കാറെടുത്ത് വേഗം പറന്നു, അല്ലെങ്കിൽ അനിയന്റെ അളിയന്റെ ശവം ഇപ്പൊ വീഴും. അവര് നാരായണ മാഷിന്റെ പറമ്പിന്റെ വഴി അടയ്ക്കാൻ പോയിരിക്കുക. ആരോട് പറമ്പിന്റെ വഴിയാണോ? നീ ഇങ്ങോട്ട് വന്നേ. വീട് നിന്റെ അനിയൻ ചന്ദ്രപ്പന്റെ കല്യാണക്കാര്യം പറയാനാ ചിന്നക്കുറുപ്പ് വന്നേ. കുറെ കാലം വട്ടമിട്ട് നടന്നിട്ടാ ഈ കാട്ടുപുത്തിനെ ഞാനൊന്ന് തളപ്പിട്ട് പിടിച്ചത്. അപ്പോഴാ അവിടെ ഒരു അയാളുടെ മുമ്പിച്ചനെ പറയണോടി പോത്തെ. കല്യാണത്തിന് മാല ഇടുമ്പോ ചെറുക്കന്റെ കഴുത്തിൽ തല കണ്ടില്ലെങ്കിൽ ഈ പറഞ്ഞ ചിന്നക്കുറിപ്പ് വെറുതെ ഇരിക്കുവോ? ഇരിക്കുമെങ്കിൽ നിങ്ങൾ പോണ്ട. ഇവിടെ വെച്ച് ഈ പരാക്രമം അവസാനിപ്പിച്ചാൽ ആ വേലി പൊളിച്ച് ഞങ്ങൾക്ക് അകത്തോട്ട് പോവായിരുന്നു. എനിക്ക് ഇവനെ പോലെ ചാടാൻ വയ്യ. ഹൈ ജമ്പിൽ ഞാൻ പണ്ടേ മോശ. ജനാർദ്ദന, ഇവിടെ വേലി അടിച്ച് പിണ്ണം വെക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്റെ മോളുടെ കല്യാണ നിശ്ചയ ദിവസം തന്നെ നമ്മൾ തമ്മിൽ ഇങ്ങനൊരു സ്നേഹപ്രകടനം വേണോ കുറുപ്പേ? ഇതെന്റെ തറവാട്ട് പറമ്പാ. എന്റെ കുട്ടികളുടെ അമ്മയെ ദഹിപ്പിച്ചത് ആ തെക്കേ മൂലയിലാ. എനിക്ക് പറ്റിയ ഒരു കൈപ്പിഴ കൊണ്ട് ഈ പറമ്പ് കുറുപ്പിന്റെ കയ്യിലായി. കോടതിയിൽ ഇപ്പോഴും കേസുണ്ടല്ലോ. വഴി കെട്ടിയടക്കരുതെന്നും സഞ്ചാര സ്വാതന്ത്ര്യം ഉണ്ടാവണമെന്നും വായിച്ചാ മനസ്സിലാവുന്ന ഭാഷയിൽ ജഡ്ജി എഴുതി വെച്ചിട്ടുണ്ടല്ലോ. പിന്നെ എന്തിനാ ഞങ്ങൾ ഇങ്ങനെ ഹൈ ജമ്പ് ചാടിക്കണേ? എന്നാ പിന്നെ ക്രിക്കറ്റ് ആക്കണോ? എനിക്കും എന്റെ മോന് ക്രിക്കറ്റ് ഇഷ്ടാ. അച്ഛാ ചവിട്ടി പൊളിച്ചിങ്ങോട്ട് വാടാ. വേണ്ട, മാഷ് നേരെ കത്തി ഓങ്ങി തുമ്പശ്ശേരി കുറിപ്പിന് ഒരു മണ്ണും വെട്ടി പിടിക്കണ്ട. മുള്ളു നോക്കണേ, മുള്ളു. വഴി കെട്ടിയടയ്ക്കാൻ മുതലാളിയല്ലേ ഇവരോട് പറഞ്ഞത്? അച്ഛൻ വന്നപ്പോ എന്താ വേറെ കളി കളിക്കണത്? അതേ കളി അതെ. അല്ലെങ്കിൽ ഞങ്ങൾ കളി മാറ്റും. കേട്ടോ മാഷെ, ഇവന്മാർ ചെയ്തത് തെറ്റ്. അതിന് ഞാനൊന്ന് താണ് തന്നു. ഞാൻ താണ് തന്നപ്പോ ഇവരെന്റെ മേലെ കയറുന്നത് അത്ര ശരിയല്ല. ഇറങ്ങാൻ പറ. മനഃപൂർവ്വം മോളിൽ കയറിയിട്ട് പിന്നെ ഇറങ്ങി വന്നിട്ട് ഒരു കാര്യമില്ല. മതിയടാ, ഇറങ്ങി വന്നിട്ട് അതങ്ങോട്ട് വൃത്തിയായിട്ട് പൊളിച്ചു കളാ. വച്ചോണ്ടിരുന്ന എല്ലാവരുടെ കല്ലും മുള്ളു ഇറക്കി. കേട്ടോ തുമ്പശ്ശേരി കുറുപ്പേ, ഇവര് ഈ കാണിച്ചത് ഞാൻ ക്ഷമിച്ചു. ഇനി അവര് കാണിക്കാൻ പോണത് കുറുപ്പ് അങ്ങോട്ട് ക്ഷമിച്ചേക്ക്. കവടി ഉരുട്ടണേ ഉള്ളൂ മുതലാളി. ഇതുവരെ ഉറച്ചിട്ടില്ല. അധികാരി അയ്യപ്പ പണിക്കർ, തുന്നക്കാരൻ നാരായണൻകുട്ടി, പോസ്റ്റ്മാൻ മൈതൂട്ടി, കറവക്കാരൻ നാരായണൻ, അമ്പലക്കമ്മിറ്റി പ്രസിഡന്റ് സദാശിവ മേനോൻ, ശാന്തിക്കാരൻ അച്ചൂട്ടി. അങ്ങനെ ഈ നാട്ടിലെ സകല നാറികളും നിരന്നങ്ങനെ ഇരിപ്പുണ്ടു. മുതലാളി മാത്രം അവിടെ ഇല്ല. ആ അധികാരിയുടെയും ഹെഡ് കോൺസ്റ്റബിൾ കൊച്ചുകൃഷ്ണന്റെയും ഒക്കെ ഒരു തലക്കനം കാണണം. ഇരുത്തം കണ്ട ഇതിലും വലിയ തലയൊന്നും ഈ നാട്ടിൽ വേറെ ആർക്കും ഇല്ലാന്ന് തോന്നും. ഓ, സത്യം പറഞ്ഞ ഇതാ തല. ഇത്രയും തറവാടിത്തമുള്ള ഒരു തല ഈ നാട്ടിൽ വേറെ ആർക്കും എടുക്കാനില്ല മുതലാളി. മുതലാളി പോവാഞ്ഞതും നന്നായി, അവര് മുതലാളിയെ വിളിക്കാഞ്ഞതും നന്നായി. താനിങ്ങനെ ഓടിപ്പാഞ്ഞ് ഇവിടെ വന്ന് ഓരോരോ ഗോളായിട്ട് അടിക്കണ്ട. വേണ്ട, മൊത്തത്തിലൊന്നു കണ്ട് എന്താ അവരുടെ തീരുമാനം ഇവിടെ വന്ന് പറ.
എന്നിട്ട് വേണം എനിക്കൊരു ഗോൾ അടിക്കാൻ. ഓ ഉറപ്പിച്ചു മുതലാളി, കല്യാണം ഉറപ്പിച്ചു. മന്ത്രിസഭയിൽ ആളെടുക്കണ മാതിരി എല്ലാരും കൂടെ കെട്ടിപ്പിടിച്ചും ഹാ ഉമ്മ വച്ചും തുലാം 16 അങ്ങ് ഉറപ്പിച്ചു. തുലാം 16 നല്ല നാളാ. അതിനും നല്ല നാളാ നിന്റെ അമ്മയുടെ 16. അതായാലും മതിയല്ലോ. വാ. പുറത്ത് തീയതി നിശ്ചയിക്കുമ്പോ അകത്ത് പെണ്ണുങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് അവളുടെ ആഭരണങ്ങൾ കണ്ട് രസിക്കുകയായിരുന്നു. ഏട്ടന് തൃപ്തിയായല്ലോ. ഇത്രയും കാലം അളിയനോട് യുദ്ധം ചെയ്തിട്ടും നാരായണ മാഷ്ക്കൊന്നും പറ്റിയിട്ടില്ല. ഇന്ന് വെറുതെ ഉണ്ടാക്കി കമ്മല് തന്നെ 7 പവനാ. 7 പവനാ. 7 പവനോ? നിങ്ങളെ നന്നായി അറിയുന്നോട് ചോദിക്കുക. മുമ്പ് വന്ന കല്യാണങ്ങളൊക്കെ കലക്കിയതുപോലെ ഈ കല്യാണം കലക്കണമെന്ന് വല്ല ചിന്തയുണ്ടോ? കലക്കൂല, പക്ഷെ ഇതും കലങ്ങും. എന്താടി ഒരു ശബ്ദം കേട്ടത്? എന്ത് ശബ്ദം? അങ്ങനെ ഒരു ശബ്ദം. അത് ഈ ദോശയുടെ ആയിരിക്കും. നിന്റെ ദോശയ്ക്ക് ഇത്രയും വലിയ ഷൂവോ? അതല്ല. മാഷേ, ആരാ അത്? അമ്മിണിയ? മാഷേ, അമ്മിണിയല്ലല്ലോ, പിന്നെ ആരാ? എന്താ എന്താ എന്തോ ഒരു ശബ്ദം കിട്ടില്ല മാഷേ. ശബ്ദോ? ആരാ? എന്താ 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 എന്താടോ? പിടിക്ക്. എന്താ എന്താ? പേടിക്കണ്ട പേടിക്കണ്ട, ആരും വന്നിട്ടില്ല, വെറുതെ ബഹളം ഉണ്ടായില്ല. എന്റെ ഈശ്വര, എന്താണോ ഈ വാതിലും ജനവാതിലും ഒക്കെ അടച്ചിട്ടിരിക്കുന്നത്? അത് കള്ളനകത്ത് കയറിയ ശേഷം അടച്ചതാ. അപ്പൊ കള്ളനകത്തുണ്ടോ? ഇല്ല, പുറത്തു പോയതിനു ആ, ശേഷം. ഇനി എന്റെ ആവശ്യമില്ല. ഒരിക്കൽ കേറിയാ പിന്നെ 4-5 മാസം കഴിയാതെ വീണ്ടും അതേ സ്ഥലത്ത് ആ കള്ളം കേറാറില്ല. അതാണ് ഞങ്ങളുടെ തിയറി. കള്ളൻ പ്രാക്ടിക്കലാ. ആഹാ, കുറച്ചു ദിവസം ലീവ് എടുത്ത് വീട്ടിൽ പോയി കുടുംബത്തെ കാണണമെന്ന് വിചാരിക്കേണ്ട താമസമേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇടിത്തി പോലെ എവിടെ നിന്നും ഒരു കള്ളം വന്ന് വീഴും. ഇതെന്ത് നാടാണ് മാഷേ? ഇതാണ് മാഷ്, ഞാൻ അധികാരി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചില്ല. ഇതെന്ത് നാടാണ് മാഷേ? ഇവിടെ കള്ളന്മാരല്ല നല്ല മനുഷ്യരാരും ഇല്ലേ? ഞങ്ങളൊക്കെ നല്ല മനുഷ്യരാണ് സാർ. ഈ കൂട്ടത്തിൽ ഒരു ഒറ്റ കള്ളന്മാരും ഇല്ല. സാറിന് മനസ്സിലായില്ലോ. ഞാൻ പണിക്കരാ. എന്താ പണി? പണിയൊന്നും ഇല്ലാത്ത പണിക്കരാ. ഞങ്ങൾക്ക് പണി ഉണ്ടാക്കരുത്. പോലീസ് വെടിവെക്കുമ്പോ മുമ്പിൽ കയറി വെടിവെക്കരുത്. ഉണ്ട തട്ടി ചത്തോ, മനസ്സിലായോ? നല്ല പൂമണം. ആ, അന്വേഷണത്തിന് ആകെ കിട്ടിയൊരു തുരുമ്പ. അവൻ ഉടുക്കാൻ കിട്ടൊരു ലുങ്കി സഹിക്കാൻ വയ്യ. താനിതുകൊണ്ട് ഭംഗിയായിട്ട് അലക്കി ഇസ്തിരിട്ട് മടക്കി പോയി നായെ കൊണ്ട് മണപ്പിക്കാനുള്ളതാ. ആ കള്ളൻ ആ ലുങ്കി എന്നെ പുതപ്പിക്കായിരുന്നു സാർ. പൊത്തപ്പിക്കുന്ന താൻ കണ്ടോ? ഞാൻ കണ്ടില്ല, ഈ നല്ല ഞാൻ കാണുമ്പോ കള്ളൻ ലുങ്കിയില്ലായിരുന്നു. അവന് തുണിയില്ലായിരുന്നോന്ന് കണ്ടപ്പോ തന്നെ കണ്ണിൽ ഇരുട്ട് കയറി, അതുകൊണ്ട് ഒന്നും കാണാൻ പറ്റിയില്ല. ആ സമയത്ത് തന്റെ കണ്ണി പവർ കട്ടായിരുന്നോ? അമ്മണി, നമ്മുടെ സമ്പാദ്യം ഇനി എന്തെടുത്ത രാധേ? അവര് നമ്മുടെ മോളെ വേണ്ടെന്ന് പറഞ്ഞ അമ്മണി. എന്താടാ? വാ. ആരാ പറഞ്ഞത് ഈ മഴയത്ത് വന്ന് കിടക്കാൻ? എന്തും നേരിടാൻ കരുത്തുണ്ടാവണമെന്ന് എന്നോട് എപ്പോഴും പറയാറുള്ള ആളാ ഇപ്പൊ തല ചുറ്റി വീണ് കരയുന്നത്. എഴുന്നേറ്റ് ചെന്ന് ആ കള്ളനെ പിടിച്ച് 2 പൊട്ടിച്ച് ഇനി കക്കരുതെന്ന് പറ. നല്ല കഥ. ഇങ്ങനെയാണോ ആണുങ്ങള്? അച്ഛാ, 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 കഴിഞ്ഞു എന്റെ ഈശ്വര. അച്ഛാ, ഹൃദയം മെടിക്കേണ്ട അധികാരി. ഇത്തിരി ഉച്ചത്തിൽ അങ്ങ് വിളിക്കുക. അച്ഛാ,
കുറച്ചും കൂടി ഉച്ചത്തിൽ അങ്ങോട്ട് വിളിക്കുക. അങ്ങനെയല്ല, അച്ഛാ അച്ഛാ അച്ഛാ. എന്റെ മുത്തല്ലേ, മോൻ വിളിക്കണ കേട്ടില്ലേ? എണീക്കടാ, എണീക്കടാ. എണീറ്റല്ലോ. ഇനി ആരും പേടിക്കണ്ട. കാര്യമായി മാഷ ആരോ താങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും ദൂരം പോയി ഇങ്ങനെ ആരും തിരിച്ചു വരില്ല. അത്ഭുതം. മാഷ് ശവായി എന്നാ ഞാനും വിചാരിച്ചേ. ഇയാള് പോയില്ല. ഇല്ല, ഇനി ബോധം കെട്ട് മാഷ് വീഴണ്ട. ഈ കള്ളനെ ഞാൻ പിടിച്ചിരിക്കും. നടക്കാത്ത സംഗതി വിളിച്ചു പറഞ്ഞു വെറുതെ നാറണ്ട. സാറിനെ കൊണ്ട് ഈ ജന്മം ഈ കള്ളനെ പിടിക്കാൻ പറ്റില്ല. അതേ, പിടിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ഉയരത്തിലാ കള്ളന്മാരും കള്ളന്മാരെ സഹായിക്കുന്നവരും നിൽക്കുന്നത്. ഇൻസ്പെക്ടർക്കും ഇൻസ്പെക്ടറുടെ തലയിലിരിക്കുന്ന ഇതിലും വലിയ ഇൻസ്പെക്ടർമാർക്കും ഒക്കെ അതറിയാം. അറിഞ്ഞിട്ടാരും പിടിക്കണില്ല. എന്താ കാര്യം? സത്യവും ധർമ്മവും ആത്മാഭിമാനവും ധൈര്യമുള്ള ഒരു ഇൻസ്പെക്ടറും ഇന്നവരെ നാട്ടിൽ വന്നിട്ടില്ല. അത് തന്നെ കാര്യം. തന്റെ ചെറിയച്ഛൻ ഇടുന്നതും കാക്കിയുടുപ്പല്ലേ? എന്താ കള്ളനെ പിടിക്കാത്ത? ചെറിയച്ഛൻ ഹെഡ് കോൺസ്റ്റബിളാ. ചെറിയച്ഛന്റെ തലയിൽ സാർ ഇൻസ്പെക്ടർ ആയിട്ടിരുന്ന പിന്നെ ചെറിയച്ഛനെ എങ്ങനെ കള്ളനെ പിടിക്കണേ? ഈ തൊപ്പി ഒരു ചെറിയച്ഛന് കൊടുക്ക്. 2-ാം ദിവസം കള്ള ലോകപ്പിൽ കിടക്കും. എന്നാ 2 ദിവസം കൊണ്ട് കള്ളനെ പിടിച്ച് ഉള്ളം കൈ വെച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്യുന്ന കാണണം. അധികം ഡാൻസ് ചെയ്ത സാറിന്റെ ബെൽറ്റ് അഴിഞ്ഞ് തറ കിടക്കത്തേ ഉണ്ടാവുള്ളൂ. അച്ഛൻ ഇനിയെങ്കിലും പോയിക്കൂടെ? അല്ല, പോകാറായില്ലേ ചോദിക്കാം.